ചേച്ചി ഞാൻ സത്യം പറഞ്ഞത്. ഇന്നലെ ചേച്ചി എന്നെ കെട്ടിപ്പിടിച്ച കിടന്നുറങ്ങിയത്. ഓ എത്ര വട്ടം ഞാൻ എന്നോട് പറഞ്ഞു ഞാൻ കിടന്നോടത്ത് എണീറ്റില്ലാന്ന്. എത്ര സംശയം ഉണ്ടെങ്കിൽ അപ്പുകുട്ടനോട് ചോദിച്ചു നോക്ക്. ഓനല്ലേ നീ കെട്ടിപ്പിടിച്ച് കിടന്നത്. ഇനി ഒന്ന് കൈ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആവാൻ പോലും സമ്മതിച്ചില്ല. മുറുക്കി പിടിച്ച് കിടന്നുറങ്ങി. നീ തളത്തിട്ടാന്ന് തോന്നുന്നു. അപ്പൊ പിന്നെ ഞാൻ സ്വപ്നം കണ്ടാണോ എന്നെ കെട്ടിപ്പിടിച്ചത്? മിക്കവാറും നിനക്ക് പേടിച്ചിട്ട് നീ സ്വപ്നം കണ്ടായിരിക്കും. അല്ലെങ്കിൽ നീ പറഞ്ഞ പോലെ വല്ല പ്രേതവും വന്ന് നിന്നെ ഉറക്കത്തിൽ കെട്ടിപ്പിടിച്ചായിരിക്കും. നീ എന്തിനാണ് ചിരിക്കുന്നത്? പാറു ചേച്ചിന്റെ പ്രേതം വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തതാണോ? അല്ല ചേച്ചി പോണവിടെ. ഞാൻ മിണ്ടൂല നിങ്ങളോട്. പോട്ടടിയാവൻ ചുമ്മാ തമാശ പറയുന്നല്ലേ. ആ എന്താണ് എല്ലാരും കൂടി ഒരു കളിയും ചിരിയും? അമ്മമ്മ വന്നോ? ഞാൻ അമ്മമ്മേനെ ഒന്ന് കാണാൻ നിക്കേനി. എന്നാലും ഈ കൊലച്ചെടി അമ്മമ്മ എന്നോട് ചെയ്യണ്ടില്ലേനി. കൊലച്ചെടിയോ? പാറുമോളെ നീ എന്തായി പറയുന്നേ? അമ്മമ്മ എന്താ ചെയ്തോന്നാ? എടാ അമ്മമ്മ ഇനി ഒന്നും പറയണ്ട. അമ്മമ്മേനെ കാണേ വേണ്ട. എന്താടി പാറു നീ പറയുന്നേ? അമ്മമ്മയ്ക്ക് വിഷമായില്ലേ? ഇനി അമ്മമ്മേന്റെ ഒരു വിഷമോ? എനിക്ക് അമ്മമ്മേനെ ഇപ്പൊ ഇഷ്ടമല്ല. മക്കളെ ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം അമ്മമ്മ എന്താടാ ചെയ്തത്? അമ്മമ്മ ഒന്നും ചെയ്തില്ലല്ലേ? സത്യമായിട്ട് അമ്മമ്മ ഒന്നും ചെയ്തില്ലല്ലോ. നിനക്ക് ഇത്രയും ദേഷ്യം വരാൻ മാത്രം അമ്മമ്മ ഇപ്പൊ എന്താടാ ചെയ്തേ? അമ്മമ്മയല്ലേ ട്യൂഷൻ ടീച്ചർ ഏർപ്പാടാക്കിയത്? അതിനോ വീട്ടിൽ നിന്ന് ഒരു സൗകര്യം ഇല്ലാതെ അമ്മമ്മ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെ ഒരു സൗകര്യം തരൂലേ? ഇവിടെ സ്കൂളിൽ പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരുന്നാൽ പോരേനോ? അപ്പൊ എങ്ങോട്ട് എന്തിനാ വന്നത് ഞങ്ങള്? മഴക്കാലല്ലേ സ്വസ്ഥമായിട്ട് ഇവിടെ കുറച്ച് നാൾ എൻജോയ് ചെയ്ത് ജീവിക്കാലോ എന്ന് വിചാരിച്ചപ്പോ ഇവിടെ ഒരു ട്യൂഷൻ എടുപ്പിക്കല്. അമ്മമ്മനെ എന്നെ കൺമുന്നിൽ കാണണ്ട. ഓ അതായിരുന്നു കാര്യം. നല്ല കാര്യമല്ലേ അമ്മമ്മ ചെയ്തത്? മക്കൾക്ക് പഠിക്കാൻ വേണ്ടിട്ടല്ലേ? പഠിക്കാൻ പഠിച്ചു അമ്മമ്മേ. ഇവിടെ അങ്ങനെ പറയത്തുള്ളൂ. അപ്പുകുട്ടിന് പഠിക്കണം. അപ്പുകുട്ടിനെ ട്യൂഷൻ ടീച്ചർ പഠിപ്പിച്ചു തരും അമ്മമ്മേ. പിന്നെ 3 പേർക്കും കൂടെ ട്യൂഷൻ എടുക്കാനാ ടീച്ചർ വരുന്നേ. എന്നാലും ഈ ചെടി എന്നോട് വേണ്ടായിരുന്നു അമ്മമ്മേ. സുലു പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്റെ പാറമോളെ. നാളെയൊക്കെ പഠിക്കാൻ ഇത്ര മടിയാണല്ലേ? എന്താ അമ്മേ? നാലിന്റെ സുലു ഈ പറഞ്ഞപ്പോ ഞാൻ ഇത്രയും വിചാരിച്ചില്ലേനി. എന്ത് അമ്മ എന്തിനെ കുറിച്ചാ പറയുന്നേ? ഞാൻ അങ്ങോട്ട് കേറി വന്നപ്പേ പാറമോൾ എന്നോട് പറയാണ് ഈ ചതി എന്നോട് ചെയ്യേണ്ടിയില്ലേനി അമ്മമ്മേന്ന്. ചതിയോ? എന്ത് ചതി? ഞാനാ ട്യൂഷൻ ടീച്ചർ ഏർപ്പാടാക്കിയതേ. ഓക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അത് പിന്നെ അവൾ അങ്ങനെയല്ലേ പറയൂ. സ്കൂളിൽ തന്നെ പോവാൻ മടിച്ചാണ് അമ്മയോട്. എന്നിട്ടാ പിന്നെയല്ലേ അവൾക്ക് ട്യൂഷന് പോകുന്നത്. മക്കൾ പഠിക്കാൻ എങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഇതിങ്ങളൊക്കെ പഠിച്ചൊരു കാര്യം പറ്റല്? അതൊന്നും അവളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ സ്കൂളിൽ പോവാ യൂണിഫോം ഇടാന്നൊക്കെ പറഞ്ഞാലേ ചെറുത്താൻ കുരിശണ്ടാതിരിയാണ്. ഉമ്മ അച്ഛന്റെ പൈസ എത്രയാണെന്നറിയാ സ്കൂളിൽ കൊടുത്ത് വെറുതെ വേസ്റ്റ് ആക്കി കളയുന്നേ. കുട്ടി ഇങ്ങനെ പഠിച്ചിരുന്നപ്പോ ട്യൂഷൻ ടീച്ചർ വന്നിട്ട് കാര്യമുണ്ടോ? പഠിക്കണം നമുക്ക് തന്നെ തോന്നല് വേണ്ട എന്റെ സുലു. ഓള് പഠിക്കില്ലേ വേണ്ട. ഓളെ വല്ല കൂലിപ്പണിക്കാരനോ തെങ്ങേറ്റക്കാരനോ ഒക്കെ കെട്ടിച്ചു കൊടുക്കാൻ നമുക്ക്. എനിക്ക് കൂലിപ്പണിക്കാരൻ മതി. എന്താ കൂലിപ്പണിക്ക് പോകുന്നോലും തെങ്ങ് കയറുന്നോലും ഒന്നും ജോലി ചെയ്യുന്നില്ലാമേ. എല്ലാ ജോലിക്കും അതിന്റേതായ മഹത്വം ഉണ്ട് എന്നാണല്ലോ പറയുന്നത്. ആ എല്ലാ ജോലിക്കും അതിന്റേതായ മഹത്വം ഒക്കെ ഉണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് മോൾ ഇതെന്നെ പറയണം. ഞാൻ കളക്ടറെ കല്യാണം കഴിക്കാം. എനിക്ക് അമ്മനെ കല്യാണം കഴിച്ചാൽ മതി. പിന്നെ കളക്ടർ നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി ക്യൂവിൽ നിൽക്കല്ലേ? എന്തായാലും ട്യൂഷൻ ടീച്ചർ കുറച്ച് കഴിഞ്ഞാൽ വരുന്നേ. അപ്പുറത്തെ വീട്ടിലെ മോള് വന്ന് പറഞ്ഞേനി. നിങ്ങളൊന്നേ റെഡി ആയിട്ട് ഇരുന്നോളി. ബുക്കൊക്കെ എടുത്ത് വെച്ചിങ്ങാട്ടെ. അതെന്നെ ഫസ്റ്റ് ദിവസം തന്നെ ടീച്ചറെ കൊണ്ട് മോശം പറയിപ്പിക്കണ്ട. എനിക്ക് വേണ്ടമ്മേ. അപ്പൊ കുട്ടിനെ ചേച്ചിക്ക് ട്യൂഷൻ എടുത്തോട്ടെ. ഓർക്ക് ഇഷ്ടമായതുകൊണ്ട്. എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചോളാം. എന്റെ ഒറ്റയ്ക്കുള്ള പഠിത്തം ഞാൻ കുറെ കണ്ടതാ പാറു. കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഈ വാരി കൂട്ടിയ മാർക്കുകളെല്ലാം കണ്ടിട്ട് എന്റെ കണ്ണങ്ങ് തൂർത്തിപ്പോയിന്. ഈ വല്ലാണ്ട് ചിരിക്കൊന്നും വേണ്ട എന്റെ പ്രിയേ. ഈ ഓളക്കാള് അത്രയ്ക്കൊന്നും മെച്ചമില്ല. ഓള് തീരെ പഠിക്കാത്തോണ്ട് എനിക്ക് ഇച്ചിരി മെച്ചമുണ്ടെന്ന് മാത്രം. അല്ലാതെ വലിയ പഠിത്തമൊന്നും എനിക്കും ഇല്ല. എന്റെ ക്ലാസ്സിൽ എന്നെ ബാക്ക് തന്നെയാലേ എന്റെ സ്ഥാനം തന്നെ കാണത്തുള്ളൂ. ഇതാരാ അമ്മേനോട് പറഞ്ഞത്? എന്റെ ക്ലാസ്സിലെ 6ാം സ്ഥാനമല്ല എനിക്ക് തന്നെയാ. അമ്മ വേണേ ക്ലാസ് ടീച്ചറെ വിളിച്ച് ചോദിച്ചു നോക്ക്. ഓ പിന്നെ 6ാം സ്ഥാനം. കഴിഞ്ഞ പാരന്റ്സ് മീറ്റിംഗിന് വന്നപ്പോ ആ ടീച്ചർ എന്തൊക്കെയാ നിന്നെ കുറിച്ച് പറഞ്ഞെന്നറിയോ? ഓ ആ ക്ലാസ് ടീച്ചർക്ക് എന്നെ ഇഷ്ടമല്ലേ? അതുകൊണ്ടാണ് അതിനെ കുറിച്ച് കുറ്റം ഇങ്ങനെ പറയുന്നത്. അല്ലാതെ ഞാൻ പഠിക്കാനിട്ടൊന്നുമില്ല. അതിന്റെ മക്കൾ ആ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ഐതിങ്ങൾ മാത്രമേ എല്ലാത്തിനും ഫസ്റ്റ് ഇട്ട് കൊടുക്കത്തുള്ളൂ. എന്താ പ്രിയമോളെ പറയുന്നത്? ടീച്ചർമാരും സാറുമാരും ഒന്നും അങ്ങനെയൊന്നും ചെയ്യൂല. ആ അമ്മമ്മ ഈ സംശയം ഉണ്ടെങ്കിലേ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്ക്. എല്ലാരും പറഞ്ഞുതരും. ഞാൻ അത്യാവശ്യം നല്ലോണം പഠിക്കുന്ന കുട്ടി തന്നെയാ. ഓ അമ്മ പറയുന്നതായിട്ട് തോന്നുന്നല്ലോ അമ്മ പഠിക്കുന്ന കാലത്തൊക്കെ അമ്മയ്ക്ക് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. അതേക്ക് മോളെ ഇനി വെറുതെ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ ഓടുന്നത്? അമ്മ എപ്പോഴാണ് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്താൽ സംസാരിക്കാം? ഞാൻ ഒന്നും പഠിക്കാത്ത പോലെ അമ്മ വലിയ ബുദ്ധിമതി പോലെ. എന്താ മോളെ അമ്മേനോട് ഇങ്ങനെയൊക്കെയാണോ വർത്താനം പറയുന്നേ? പിന്നെ അല്ല അമ്മയ്ക്ക് പണ്ട് കണക്ക് പരീക്ഷയ്ക്കൊക്കെ മുട്ടയായിരുന്നു കിട്ടിയതെന്ന് അമ്മമ്മ അമ്മച്ചനും കൂടി തന്നെയല്ലേ പറഞ്ഞത്? എന്നിട്ടാ എന്നെ ഉപദേശിക്കുന്നത്. എന്തായാലും ഞാൻ അമ്മനൊക്കെ വേദ. അമ്മേ ഈ പിള്ളേരുടെ മുന്നിൽ വെച്ച് എന്റെ ഓരോ കുറ്റങ്ങൾ പറയുന്നത് ഞാൻ പണ്ടേ നിങ്ങളോട് പറയുന്നതാ. ഇത് കാരണമാണ് ഞാൻ ഇങ്ങോട്ട് വരാത്ത. മോളെ അത് കുറ്റമായിട്ട് പറഞ്ഞൊന്നല്ല. എന്തോ പറഞ്ഞ കൂട്ടത്തിൽ തമാശയ്ക്ക് പറഞ്ഞതാ. ആ നിങ്ങൾക്ക് തമാശ ആയിരിക്കും. ഇപ്പൊ കണ്ടില്ലേ ഇതിന്റെയൊക്കെ വായിന്ന് വരുന്നത്? പോട്ടെ നീ ഇനി അത് വലിയ കാര്യമാക്കി എടുക്കല്ലേ. എനിക്ക് വെച്ചിട്ടുണ്ടടി ട്യൂഷൻ ടീച്ചർ ഇങ്ങോട്ട് വന്നോട്ടെ. നല്ലോണം തല്ലി പഠിപ്പിക്കാൻ പറയാം 3-ന്. നീ നടക്ക് ചെല്ലുവോ? നീ ഒന്ന് നടക്കങ്ങോട്ടെ. പിള്ളേർ എങ്ങനെയും ഒന്ന് പഠിച്ച് മെച്ചപ്പെട്ടോട്ടെ. എന്റെ ഗതി വരണ്ടല്ലോ എന്ന് വിചാരിച്ച് ഓരോന്ന് പൈസ ഇല്ലാതെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോ എന്റെ തലക്കറ വരികയല്ലോ കൂടെ. ചേച്ചി ശരിക്കും അമ്മയ്ക്ക് കണക്ക് പരീക്ഷയ്ക്ക് പൂജ കിട്ടിയേ? അതെ അമ്മമ്മ പറഞ്ഞതൊന്നല്ല. അപ്പുറത്തെ വീട്ടിൽ ആന്റി ഇല്ലേ അവര് പറഞ്ഞതാ. അവരും അമ്മയും ഒരുമിച്ച് പഠിച്ചതാന്ന്. ഇനി അമ്മ എന്നോടെങ്ങാനും പഠിക്കാൻ പറയട്ടെ. കാണിച്ചു കൊടുക്കാം ഞാൻ. ചേച്ചി അമ്മനെ കളിയാക്കണ്ട. അപ്പൊ കുട്ടീനെ ഇഷ്ടമല്ല. അമ്മനെ ഒന്നും പറയണ്ട. നീ അപ്പൊ അമ്മേനെ പാകാ? അമ്മ പാവല്ലേ ചേച്ചി? അമ്മയല്ല അമ്മനെ നോക്കുന്നേ. നോക്കടി പാറു, ഇത്രയും ചെറുതാണെങ്കിലേ ഇവന് നമ്മളെക്കാൾ വിവരമുണ്ടടി. സത്യം പറഞ്ഞ അമ്മനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് മോശമായി പോയെന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. നോക്കിയാ ഒരു കുഞ്ഞായിട്ട് പോലും അവനത് മനസ്സിലാക്കി കണ്ടില്ലേ? ആ അല്ലെങ്കിൽ ചേച്ചിനൊക്കെ കാര്യബോധവും വിവരമൊക്കെ ഇവൻ തന്നെയുള്ളത്. എന്നൊക്കെ മാത്രല്ല നിന്നെക്കാളും. ഞാൻ അമ്മേനൊന്നും പറഞ്ഞില്ലല്ലോ, ചേച്ചിയല്ലേ പറഞ്ഞേ. നീ അമ്മേനെ പറഞ്ഞില്ല, അമ്മേന്റെ അമ്മനെ പറഞ്ഞില്ലടി.
ടീച്ചർ ഇരിക്കെ. എവിടെ കുട്ടികളൊക്കെ എവിടെ? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? മൂത്താള് +2 മറ്റേത് 7 പിന്നെ ഏറ്റവും ചെറുതെന്ന് പറഞ്ഞാല് അതിനെ ഇനി LKG ചേർത്താൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ ആർക്കാ ട്യൂഷൻ എടുക്കണ്ടേ? 3 പേർക്ക് എടുക്കണോ? വേണം മോളെ, 3 പേർക്ക് എടുക്കണം. ശരി ശരി, കുട്ടികളൊക്കെ എനിക്കൊന്ന് കാണണം. പഠിക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് രണ്ടാമത്തത് 7 പഠിക്കുന്നതേ. മടിയൊക്കെ ഞാൻ മാറ്റി കൊടുത്തോളാം. ടീച്ചർക്ക് കുടിക്കാൻ എന്താ, ചായ കാപ്പിയോ? എനിക്കൊന്നും വേണ്ട, ഞാൻ ചായയും കാപ്പിയൊന്നും കുടിക്കാറില്ല. അല്ല, ഫീസിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. 1500 രൂപയാണ് ഫീസ് ഒരാൾക്ക്. 1500 രൂപയോ? അത് കുറച്ച് കൂടുതലല്ലേ ടീച്ചറെ? അത് കൂടുതലൊന്നല്ല, അതിൽ കൂടുതൽ ഫീസൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് 3 പേര് ഒരുമിച്ചുള്ളതുകൊണ്ട് ഞാൻ ആളൊന്നിന് 1000 വെച്ച് 3000 രൂപ നിങ്ങൾ എനിക്ക് തന്നാൽ മതി. ഓക്കെ ആണെങ്കിൽ നാളെ തൊട്ട് ട്യൂഷൻ തുടങ്ങാം. ആയിക്കോട്ടെ, കുഴപ്പമില്ല. പിന്നെ ആദ്യം പറയാലോ, പഠിക്കാത്ത കുട്ടികളെയും മടി കാണിക്കുന്ന കുട്ടികളെയൊക്കെ അത്യാവശ്യം തല്ലൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. എന്നാലേ പിള്ളേർ പഠിക്കൂന്നാണ് എന്റെ ഒരു തിയറി. അതുകൊണ്ട് നിങ്ങൾക്ക് അതിന് വിരോധമൊന്നും ഇല്ലല്ലോ അല്ലേ? എന്ത് വിരോധം? ഒരു വിരോധം ഇല്ല. 4 എണ്ണം കിട്ടിയാലേ അതുങ്ങൾ പഠിക്കത്തുള്ളൂ. ടീച്ചർ ധൈര്യമായിട്ട് തല്ലിക്കോ, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. എന്നാ പിന്നെ പിള്ളേരെ ഒന്ന് വിളിക്കും, ഞാൻ അവരെ ഒന്ന് പരിചയപ്പെടട്ടെ. ക്ലാസ് നാളെ തുടങ്ങാം. പിന്നെ എനിക്കിവിടെ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് തരേണ്ടി വരും. ആയിക്കോട്ടെ, നാളത്തേക്ക് റെഡിയാക്കാം. മോളെ പാറു, പ്രിയേ, അപ്പുകുട്ടാ, ഇവിടെ വന്നേ. മോളുടെ വീട് എവിടെയാ? എന്റെ വീട് ഇവിടുന്ന് 4-5 കിലോമീറ്റർ പോണം. ഞാൻ അത്രയും ദൂരം ട്രാവൽ ചെയ്തിട്ട് അങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് കൂടി അത്രയും ഫീസ്. എന്താ അമ്മേ, ഇതാരാ? ഇതാണ് അമ്മ പറഞ്ഞ ട്യൂഷൻ ടീച്ചർ. വന്നാ? ഇവിടെ വാ, 3 പേരും. 3 പേരും നന്നായിട്ട് പഠിക്കണം. ദിവസം എന്താണോ എടുക്കുന്നത് അത് നന്നായിട്ട് റിവൈസ് ചെയ്ത് പഠിച്ചോണ്ടിരിക്കണം. ഞാൻ ഓരോ ദിവസവും പഠിപ്പിക്കുന്ന കാര്യം അന്ന് തന്നെ പഠിച്ചോളണം. പിറ്റേന്ന് ദിവസം ഞാൻ വന്ന് എക്സാം നടത്തും. ഡെയിലി എക്സാം ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. തലേന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ ഏതെങ്കിലും ഒരു ആൻസർ എങ്കിലും തെറ്റിച്ച നല്ല ചൂരലും കൊണ്ടാണ് ഞാൻ വരിക. നല്ല അടി എൻ്റെ അടുത്തുനിന്ന് കിട്ടും. അപ്പൊ പറഞ്ഞത് മനസ്സിലായല്ലോ? അന്നന്ന് പഠിപ്പിക്കുന്നത് അന്നന്ന് തന്നെ പഠിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ നാളെ രാവിലെ തന്നെ ഇവിടെ എത്തും. ഞാൻ ഇവിടെ എത്തുന്നതിന് മുന്നേ നിങ്ങൾ ഇവിടെ റെഡി ആയിട്ട് ഇരിക്കണം. ഞാൻ എത്തി എന്നെ കൊണ്ട് വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താലും എൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടും. അപ്പൊ ശരി, ഞാൻ പോവാ. നാളെ രാവിലെ 9 മണിയാകുമ്പോൾ ഞാൻ എത്തും. ശരി ടീച്ചറെ. അമ്മേ, ടീച്ചർ പറഞ്ഞത് കേട്ടില്ലേ? എന്തെങ്കിലും ഒന്ന് തെറ്റിച്ചാൽ തന്നെ ചൂരലടി കൊണ്ട് അടി കിട്ടുന്നു. ഞാൻ കേട്ടു. നല്ലതല്ലേ, നിങ്ങൾ പഠിച്ചോളല്ലോ. അടി കിട്ടണ്ടെങ്കിലേ നന്നായിട്ട് പഠിച്ചോളേണ്ടി. പിന്നെ ഇതെന്താ, ഇത് പണ്ടത്തെ കാലമൊന്നുമല്ല. ഇപ്പൊ കുട്ടികളെ തല്ലിയൊന്നും പഠിപ്പിക്കാൻ പാടില്ലെന്നാ. അതെ, അതുകൊണ്ടാ നീയൊക്കെ ഇങ്ങനെ വഷളായി പോയത്. ഇനി പണ്ടത്തെ കാലത്തിന്റെ അതേ പരിപാടികളൊക്കെ എടുത്താൽ തന്നെ നിങ്ങളെ പോലുള്ള പിള്ളേരൊക്കെ നേർവഴിയിലാകത്തുള്ളൂ. 4-5 എണ്ണം കിട്ടുന്നത് എന്തുകൊണ്ടും നല്ലത്. അമ്മേ, എന്നാലും ഓരോ ആൻസർ തെറ്റിയാലും അടിയെന്നൊക്കെ പറഞ്ഞാൽ അത് ഇന്ന് പഠിപ്പിക്കുന്നത് നാളെ തന്നെ എക്സാം നടത്തുന്നു. ഡെയിലി എക്സാം ആണെന്ന്. എന്താ അമ്മേ? അപ്പൊ കുട്ടിനെ അടിക്കാമേ? മക്കളെ അടിക്കാൻ അമ്മ സമ്മതിക്കോ? മക്കള് ചെറിയ കുട്ടിയല്ലേ. അമ്മ, ഞങ്ങൾക്ക് ഈ ട്യൂഷൻ ടീച്ചർ വേണ്ട. അമ്മയ്ക്ക് നിർബന്ധമാണെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ട്യൂഷൻ ടീച്ചറെ വരുത്താം. ഇതിനെ കണ്ടിട്ട് എന്നെ പേടിയുണ്ട്. മക്കളെ, ടീച്ചർ എങ്ങനെ അത് ഇതൊന്നും പറയരുത്. ഇതേ നല്ലോണം പഠിപ്പിക്കുന്ന ടീച്ചറാ. ഇതുപോലെ ഒരു ടീച്ചറെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യാണ്. അപ്പുറത്തെ വീട്ടിലെ മോളില്ലേ, പഠിത്തത്തിൽ ഭയങ്കര ഉഴപ്പും മടിയൊക്കെ ആയിരുന്നു. മാർക്കൊക്കെ പറ്റ കുറവായിരുന്നു. പിന്നെ ഇവര് ട്യൂഷൻ ഏർപ്പാടാക്കി ഈ ടീച്ചർ പഠിപ്പിക്കാൻ തുടങ്ങിയാലേ ആ കുട്ടി ക്ലാസ്സിൽ ഫസ്റ്റാ. അതൊക്കെ ഈ ടീച്ചറിന്റെ മിടുക്കൊണ്ടാണെന്നാ ദാക്ഷാണിയടുത്ത് എന്നോട് പറഞ്ഞത്. അമ്മേ, ഞാൻ അത്യാവശ്യം പഠിക്കുന്നില്ല അമ്മേ. ഞാൻ നന്നായിട്ട് ഇനി പഠിച്ചോളാം. ഞാൻ നല്ല മാർക്ക് വാങ്ങിക്കോളാം. പാറുവിനും അപ്പുകുട്ടിനും മാത്രം പോരെ ഇവരുടെ ട്യൂഷൻ? അതൊന്നും വേണ്ട, 3 പേരും ട്യൂഷൻ ഇരുന്നാ മതി. നിനക്ക് വലിയ മാർക്കൊന്നും ഉണ്ടാവാറില്ലല്ലോ. പാറുവിനെ വെച്ച് നോക്കുമ്പോ ഇച്ചിരി ഭേദം, അത്രേ ഉള്ളൂ നീ. എന്നാ പിന്നെ 3 പേരും തട്ടുമ്പുറത്തൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന ബുക്കില്ലേ, അതൊക്കെ ഒന്ന് പൊടി തട്ടി പുറത്തെടുത്ത് വെച്ചേക്ക്. കുറെ കാലമായില്ല അതൊക്കെ തൊട്ടിട്ടേ. ഇല്ലെങ്കിലേ ടീച്ചർ വരുമ്പോ നാളെ ആദ്യത്തെ അടി അതിനായിരിക്കും. ടീച്ചർ പറഞ്ഞ ഓർമ്മയില്ലേ, 9 മണിക്ക് ടീച്ചർ വരുമ്പോ നിങ്ങൾ 3 പേരും ഇവിടെ ഉണ്ടായിരിക്കണം എന്ന്. വാമേ, നമുക്ക് ആ മീൻ പൊരിക്കാൻ നോക്കാം. എന്റെ പാറു, ആ ടീച്ചർ പറഞ്ഞ നീ കേട്ടില്ലേ? ഇനി മുതൽ നമുക്ക് തല്ലിന്റെ പൊടിപൂരം ആയിരിക്കടി. എനിക്ക് പേടിയാന്ന്. അതിനെ കണ്ടാ തന്നെ അറിയാം, ഒരു ദുഷ്ടതയാണ്. ഓക്കെ, ആ ടീച്ചറെ ഓടിച്ചു വിടാ ചേച്ചി. അതെങ്ങനെയാടാ? അച്ഛമ്മയ്ക്ക് പണിയെടുത്താലേ ടീച്ചർക്ക് നമുക്ക് പണിയെടുക്കാന്നേ.